വെൽക്കം ബാക്ക് ടു കഡൽ പാലറ്റ്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഗീവ് അവേ വീഡിയോ ആയിട്ടാണ്. എന്നോട് കുറച്ച് പേരൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഗീവ് അവേ ചെയ്യണം, ഗീവ് അവേ വേണം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഞാനും വിചാരിച്ചൊന്ന് ചെയ്യാന്നുള്ളത്. ഞാൻ ആദ്യം വിചാരിച്ചത് ഒരു 1K അടിച്ചിട്ട് ചെയ്യാമെന്നാണ്. പിന്നെ ഇപ്പോൾ സ്കൂളൊക്കെ തുറക്കാറായില്ലേ, അപ്പോൾ ഞാൻ വിചാരിച്ചത് ബാക്ക് ടു സ്കൂൾ ഗീവ് അവേയും ചെയ്യാന്നുള്ളത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ബാക്ക് ടു സ്കൂൾ ഗീവ് അവേ. അപ്പോൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനൊക്കെ സിമ്പിൾ തന്നെയാണ് കേട്ടോ. അപ്പോൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ വഴിയേ പറയാം. അപ്പോൾ ഫസ്റ്റ് തന്നെ വരുന്നത് ഒരു ക്യൂട്ടായിട്ടുള്ള പെൻസിലാണ് കേട്ടോ. ഇത് ഞാൻ തന്നെ വീട്ടിൽ മേക്ക് ഓവർ ചെയ്തിട്ടുള്ള ഒരു പെൻസിലാണ്. ഒരു ആവക്കാഡോ തീമിലാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. പിന്നെ ഒരു ഗിവ് അവേയിൽ ഞാൻ റാൻഡമായിട്ട് ഒരാളെ മാത്രം സെലക്ട് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഇനി കിട്ടാത്തവരൊന്നും വിഷമിക്കേണ്ട. ഇനി നമുക്ക് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഗിവ് അവേസ് ഒക്കെ ചെയ്യാം. ഇനി നമ്മൾ അടുത്ത ഗിഫ്റ്റ് എന്ന് പറയുന്നത് ക്യൂട്ടായിട്ടുള്ള ബ്ലൂ കളറിലുള്ള ഒരു ജെൽ പെന്നാണ്. എനിക്ക് ഇങ്ങനത്തെ പെന്നൊക്കെ നല്ല ഇഷ്ടം കേട്ടോ. നല്ലതായിട്ട് നമുക്ക് എഴുതാനായിട്ട് പറ്റും. പിന്നെ ഞാനൊരു ഗിവ് അവേ ചെയ്യുന്നത് ഞാൻ പഠിക്കുന്നതിൻ്റെ ഒക്കെ ഇടയിലാണ് കേട്ടോ. അതിപ്പോൾ ഈ ക്രാഫ്റ്റൊക്കെ ഉണ്ടാക്കണതും ഈ വീഡിയോ ഷൂട്ട് ചെയ്യണതും എഡിറ്റിങ്ങും അപ്ലോഡിങ്ങും ഒക്കെ ഞാൻ പഠിക്കുന്നതിൻ്റെ ഇടയിലാണ് ചെയ്യുന്നത്. കാരണം ഇപ്പോൾ ട്യൂഷൻ ഉണ്ട്. കാരണം ഞാൻ ഒരു ഗിഫ്റ്റ് കൊടുക്കുന്ന എന്നെ സപ്പോർട്ട് ചെയ്യുന്ന സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ചെറുതായിട്ടെങ്കിലും ഒരു ഹാർഡ് വർക്ക് ചെയ്യണ്ടേ. ഇത് ചിലപ്പോൾ ഒരു ചെറിയ ഗിഫ്റ്റ് ഒക്കെ ആയിരിക്കും, പക്ഷെ എന്നെ സപ്പോർട്ട് ചെയ്യുന്നവർക്ക് ഞാൻ എൻ്റെ സ്നേഹത്തോടെ ഇട്ടതൊക്കെ കൊടുക്കുന്നത്. ഇതെന്ന് പറയുന്നത് ക്യൂട്ട് ആയിട്ടുള്ള 8 നെയിം സ്ലിപ്പ് ആട്ടോ. ഇതൊക്കെ സ്കൂളിൽ കൊണ്ടുപോയിട്ട് ഫ്രണ്ട്സിന്റെ മുമ്പിലൊക്കെ ഒരു ഷോ ഇറക്കാലോ. ഈ 8 എണ്ണം ഞാൻ നല്ല ക്യൂട്ട് ആയിട്ടും എസ്തെറ്റിക് ആയിട്ടൊക്കെയാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇനി നമ്മളെ അടുത്ത ഗിഫ്റ്റ് എന്താ നോക്കാം. അടുത്ത ഗിഫ്റ്റ് ഒരു ഫയലാണ് കേട്ടോ. കുറെ സാധനങ്ങളൊന്നും നമുക്ക് വെക്കാൻ പറ്റില്ല, പക്ഷെ നമുക്ക് ആവശ്യമുള്ള കാർഡോ അങ്ങനെ പൈസയോ പെൻസിൽ പൗച്ചൊക്കെ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. അത്യാവശ്യം നല്ല സ്പേസിനെ നമുക്ക് ഇതിലുണ്ട് കേട്ടോ. അടുത്ത ഗിഫ്റ്റ് എന്ന് പറയുന്നത് ഒരു ലെറ്റർ ആട്ടോ. അപ്പോൾ ഒരു ഗിവ് അവേയിൽ ആരാണ് വിന്നർ ആവുന്നത് അവർക്ക് വേണ്ടി ഞാൻ എഴുതിയൊരു ലെറ്റർ ആണ്. ലെറ്റർ ഒന്നും ഞാൻ കാണിച്ചു തരുന്നില്ല, അതൊക്കെ ഒരു സർപ്രൈസാണ്. ഇത് സ്റ്റേഷനറിയിലൊന്നും പെടില്ല, പക്ഷെ ഇത് വായിക്കുമ്പോൾ നല്ല ഹാപ്പിനെസ് അല്ലേ. ഇത് നമ്മൾ അടുത്ത ഗിഫ്റ്റ് എന്ന് പറയുന്നത് സ്റ്റിക്കി നോട്ട്സ് ആണ് കേട്ടോ. അപ്പോൾ അത് ഞാൻ പിൻട്രസ്റ്റ് ഒക്കെ നോക്കി ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഇതിന്റെ മേക്കിംഗ് വീഡിയോ ഞാൻ ഷോർട്ട് ആക്കിയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ പോയി കണ്ടു നോക്കും. പിന്നെ പുറത്ത് നല്ല മഴ ചെയ്യണതുകൊണ്ടല്ലേ സൗണ്ടിന് കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും, അതൊക്കെ ഒന്ന് ക്ഷമിക്കണം കേട്ടോ. പിന്നെ എന്റെ കയ്യിൽ മൈക്കൊന്നും ഇല്ല, അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ക്ലിയർ ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ ഒരു സ്റ്റിക്കി നോട്ട്സ് നമുക്ക് ഹോംവർക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് എഴുതി വെക്കാം. നമുക്ക് മനസ്സിലാവാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ എഴുതി വെക്കാൻ പറ്റും. നല്ലൊരു യൂസ്ഫുൾ തന്നെയാണ് കേട്ടോ ഇത്. ഇനി നമ്മൾ അടുത്ത ഗിഫ്റ്റ് എന്താണെന്ന് വെച്ചാൽ ഒരു നോട്ട് പാഡ് ആണ് കേട്ടോ. ഇത് ഞാൻ ചെയ്ത് വന്നപ്പോൾ ഒരു ഗ്രീൻ തീമിലാണ് ആയിട്ടുള്ളത്. പിന്നെ ഒരു മോട്ടിവേഷനൊക്കെ ആയിക്കോട്ടെ എന്നൊക്കെ വിചാരിച്ചിട്ട് സ്റ്റഡി മോർന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ഹോംവർക്കോട് നോട്ട്സ് ഒക്കെ നമുക്ക് ഇതിലും എഴുതി വെക്കാനായിട്ട് പറ്റും. അടുത്ത ഗിഫ്റ്റ് കുറച്ച് ക്യൂട്ട് ആയിട്ടുള്ള സ്റ്റിക്കേഴ്സ് ആണ് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ഗിവ് അവേ ആയിട്ട് ഉണ്ടാക്കിയതുമാണ്. പിന്നെ കുറച്ച് സ്റ്റിക്കേഴ്സ് ഒക്കെ ഞാൻ ആദ്യം ഉണ്ടാക്കി വെച്ചതുമാണ്. അടുത്ത ഗിഫ്റ്റ് എന്ന് പറഞ്ഞ ഒരു സ്ട്രോബെറി തീമിൽ ഒരു ഹാർട്ടിന്റെ ഒക്കെ ഷേപ്പിൽ വരുന്ന ഒരു ബുക്കാണ് കേട്ടോ. ഇത് കാണാനും ഇതിൽ എഴുതാനൊക്കെ നല്ലൊരു സുഖമല്ലേ. അത്യാവശ്യം നല്ല പേജിന് ഇതിലുണ്ട് കേട്ടോ. പെട്ടെന്ന് തീർന്നു പോകാൻ പാടില്ല. ഇനി നമുക്ക് നമ്മുടെ അടുത്ത ഗിഫ്റ്റ് എന്താ നോക്കാം. അടുത്ത ഗിഫ്റ്റ് എന്ന് പറയുന്ന ഒരു ബുക്ക് മാർക്കാണ് കേട്ടോ. ഇത് നല്ല ക്യൂട്ട് ആയിട്ടുള്ള ബുക്ക് മാർക്കാണ്. ഇതായിട്ട് നമ്മുടെ ലാസ്റ്റ് ഗിഫ്റ്റ്. അപ്പോൾ അങ്ങനെ നമ്മുടെ ഗിഫ്റ്റ് ഒക്കെ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ റൂൾസ് എന്തൊക്കെയാണോ. ഫസ്റ്റ് റൂൾ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തവർക്ക് മാത്രമായിരിക്കും കേട്ടോ നമ്മുടെ ഗിഫ്റ്റ് ഉണ്ടാവുക. റൂൾ നമ്പർ 2 എന്താണെന്ന് വെച്ചാൽ ഈ ഒരു വീഡിയോ നിങ്ങളെ 3 ഫ്രണ്ട്സിനോ ഫാമിലിക്കോ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. റൂൾ നമ്പർ 3 ഞാൻ പറയേണ്ട ആവശ്യം ഉണ്ടാവില്ല. കമന്റ് എനിത്തിങ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ ഞാൻ കമന്റ് ചെയ്യാം കേട്ടോ. ഫോർ എക്സാമ്പിൾ ഞാൻ ഇതുവരെ ഇട്ട വീഡിയോസിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വീഡിയോ, ഇഷ്ടപ്പെട്ട ക്രാഫ്റ്റ് അങ്ങനെ എന്ത് വേണമെങ്കിൽ കമന്റ് ചെയ്യാം. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ റൂൾസ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം. ഇനി വിന്നർ അനൗൺസ്മെന്റ് എന്താണെന്ന് അറിയണ്ടേ. വിന്നർ അനൗൺസ്മെന്റ് 28-ാം തീയതി ആവട്ടോ. മെയ് 28-നാണ് വിന്നർ അനൗൺസ്മെന്റ് ഉണ്ടാവുക. അപ്പോൾ ഇനി കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ പെട്ടെന്ന് തന്നെ കമന്റ് ഒക്കെ ചെയ്തോ. പിന്നെ എനിക്കൊരു കാര്യം പറയാനുള്ളത് എന്താ വെച്ചാൽ ഈ ഒരു ഗിവ് അവേയിൽ കിട്ടാത്ത ആരും വിഷമിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. കാരണം ഇനിയും നമുക്ക് ഇതുപോലെ ഇടയ്ക്ക് ഗിവ് അവേ ഒക്കെ ചെയ്യുന്ന ദിവസമൊക്കെ കുറച്ച് കുറവാന്ന് എനിക്കറിയാം. പക്ഷെ പെട്ടെന്ന് തീരുമാനം കേട്ടോ ഇങ്ങനെ ഗിവ് അവേ ചെയ്യാന്നുള്ളത്. അതുകൊണ്ടാട്ടോ. അപ്പോൾ ഇതുകൊണ്ട് നമ്മുടെ ടോട്ടൽ വ്യൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യാം കേട്ടോ. അപ്പൊ എല്ലാവർക്കും ഒരു ഓൾ ദി ബെസ്റ്റ്. അപ്പോ ബൈ.